നമസ്തേ. രാഹുവിനെ കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ഇതിൽ ചെയ്തിരുന്നു. അതിനോടനുബന്ധപ്പെട്ട ഗ്രഹബലവും രാഹുവും എന്നൊരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രാഹു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാഹുവിന് ഛായാഗ്രഹമായതുകൊണ്ട് 3 തരം ഗ്രഹങ്ങളിൽ പ്രകാശഗ്രഹം, പഞ്ചഭൂതഗ്രഹം, ഛായാഗ്രഹം എന്നതിൽ ഛായാഗ്രഹമായതുകൊണ്ട് തന്നെ കാരകത്വമോ ദൃഷ്ടിയോ ഇല്ലാത്ത രാഹുവാണ്. രാഹുവിന് സ്വന്തമായി കാരകത്വവുമില്ല, ദൃഷ്ടിയുമില്ല. രാഹുവിന് കാരകത്വം കിട്ടുന്നത് എങ്ങനെയാണെന്നാൽ ഏതെങ്കിലും ഗ്രഹം രാഹുവുമായി ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹം രാഹുവിനെ നോക്കുകയോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണോ രാഹു നിൽക്കുന്നത് ഈ ഗ്രഹത്തിൻ്റെ കാരകത്വമാണ് രാഹു പ്രകടിപ്പിക്കുന്നത്. രാഹു ശനിയുമായി യോഗമോ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുകയോ ശനിയുടെ ദൃഷ്ടി വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ രാഹു ശനിയുടെ കാരകത്വങ്ങൾ പ്രകടിപ്പിക്കും. ശനിയുടെ കാരകത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ദോഷകാരകത്വങ്ങളാണ്. ശനി നല്ല കാരകത്വങ്ങളൊന്നും തരുന്ന ഗ്രഹമല്ല. അതുകൊണ്ട് തന്നെ ശനിയുടെ കാരകത്വങ്ങൾ പൂർണ്ണമായിട്ട് രാഹു തരാൻ തുടങ്ങിയാൽ ശനിയുമായി എന്തെങ്കിലും ബന്ധം രാഹുവിന് വന്നാൽ അത് നന്നായിരിക്കില്ല എന്നുള്ളതാണ്. ശനി പാപനാണ്, ശനി ദുഃഖകാരകനാണ്, ഒരുപാട് ദുരിതകാരകനാണ്, സർവനാശം ദാരിദ്ര്യകാരകനാണ്. ദുഃഖം, ദുരിതം, ദാരിദ്ര്യം, അതുപോലെ തന്നെ സംശയം, അതുപോലെ തന്നെ മദ്യപാനം പോലുള്ള വിഷയങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തരുന്നത് ശനിബന്ധം വന്ന രാഹുവായിരിക്കും. അതുപോലെ വേറൊരു ഗ്രഹമാണ് രാഹുവുമായി ചേരാൻ പാടാത്ത ഒരു ഗ്രഹമാണ് അമാവാസി ചന്ദ്രൻ. ചന്ദ്രൻ അമാവാസിയാണെങ്കിലും പൗർണമിയാണെങ്കിലും ചേരാൻ പാടില്ല. പക്ഷെ അമാവാസി ചന്ദ്രൻ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമായിരിക്കും. കാര്യം ചന്ദ്രൻ സൂര്യനോ ചന്ദ്രനോ രാഹുവും കേതുവിനോ അടുത്ത് വരുന്നതും 12 ഡിഗ്രിക്കുള്ളിൽ വരുന്നതും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മരണമാണ്. സൂര്യനും ചന്ദ്രനും മരിച്ചു പോകുന്നതാണ്, ഗ്രഹണം ചെയ്ത് കളയും. അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ സർവ്വശക്തിയും ജാതകത്തിൽ പോകും. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ പ്രകാശമില്ലാത്ത ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് പൗർണമിയിൽ ജനിച്ചവർക്ക് വിശേഷ ശക്തി കിട്ടുന്നത്. അവർ പ്രകാശിതമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു ഗ്രഹത്തിന് 3 രീതിയിലാണ് അതിൻ്റെ സാമീപ്യം. അതായത് അതിൻ്റെ യോഗമാണെങ്കിലും ദൃഷ്ടിയാണെങ്കിലും ഒരു ഗ്രഹം ഒരു പാപഗ്രഹത്തിനോട്, ഉദാഹരണത്തിന് രാഹുവിനോട് 8 ഡിഗ്രിയിൽ ചേർന്നിരിക്കുന്നതും 12 ഡിഗ്രിയിൽ ചേർന്നിരിക്കുന്നതും 24 ഡിഗ്രിയിൽ ചേർന്നിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഹുവും ഗുരുവും ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ആ രാഹുവുമായി ഗുരു 8 ഡിഗ്രിയിൽ അടുപ്പം വന്നു കഴിഞ്ഞാൽ രാഹു ശക്തനായിരിക്കും. ഗുരുവിൻ്റെ ശക്തി സമ്പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗുരു രാഹുവിൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് ഗുരു നാശം വരുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. പൂർണ്ണമായും ഡിഗ്രി എത്ര അടുപ്പമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാഹുവുമായിട്ട് 8 ഡിഗ്രിയുടെ അടുപ്പമാണ് ഉള്ളതെങ്കിൽ ഗുരു നശിച്ചു പോകും. മറിച്ച് 12 ഡിഗ്രിക്ക് മുകളിൽ, ഒരു നക്ഷത്രത്തിന് മുകളിൽ, 13, 20 ഒരു നക്ഷത്രമെങ്കിലും 12 ഡിഗ്രിക്ക് മുകളിൽ രാഹുവുമായിട്ട് ബന്ധമുള്ളൂ എങ്കിൽ ഗുരുവിന് മധ്യഫലം തരാൻ കഴിയും എന്നുള്ളതാണ്. 24 ഡിഗ്രിയുടെ പുറത്താണ്, 23 ഡിഗ്രിയുടെ പുറത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ അത് 20 ഡിഗ്രിക്ക് മുകളിൽ തന്നെ വയ്ക്കാം. ഗുരു പൂർണ്ണമായും ഫലം തരും. രാഹുവിന് ഫലദാനശേഷി, ഗുരുവിൻ്റെ ഫലദാനശേഷി കുറവായിരിക്കും. അങ്ങനെയാണ് 8 ഡിഗ്രി, 12 ഡിഗ്രി, 24 ഡിഗ്രി എന്നുള്ളത് എല്ലാ ഗ്രഹത്തിൻ്റെ യോഗങ്ങൾക്കും ബാധകമാണ്. ഒരു ഗ്രഹം യോഗം ചെയ്തു എന്ന് നമ്മൾ പറയുമെങ്കിലും എത്ര ഡിഗ്രിയിലാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പ്രധാനമായി നോക്കും വേണം എന്നുള്ളതാണ്. അതുപോലെ രാഹുവിന് വേറൊരു കാര്യം കണ്ടിരിക്കുന്നത്, രാഹു എന്നല്ല ഏതൊരു ഗ്രഹമാണെങ്കിലും 2 ശുഭന്മാരുടെ ബന്ധം വരുന്ന ഒരു ഗ്രഹം, അത് നിങ്ങളുടെ ജാതകത്തിലെ ഏറ്റവും ഫലവാനായ ഗ്രഹമായിരിക്കും. ഉദാഹരണത്തിന് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുക, തുലാം, ഇടവം രാശികളിൽ നിൽക്കുകയോ ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ, അതായത് ശുക്രൻ്റെ
ക്ഷേത്രത്തിൽ നിന്ന് ഗുരുദൃഷ്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള മീനം ധനു രാശികളിൽ നിന്നിട്ട് ശുക്രൻ്റെ ദൃഷ്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ ശുക്രനും യുമായിട്ട് യോഗം ചെയ്യുകയും ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഗ്രഹം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ കൂടുതലുണ്ടാവും. അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി. അതല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗദശകളല്ല ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായി 1, 5, 9 ഭാവാധിപൻ്റെ ദശയുണ്ട് എങ്കിൽ ഇങ്ങനെ, അതായത് ശുക്രൻ്റെ യോഗത്തോടു കൂടി അല്ലെങ്കിൽ ശുക്രൻ്റെ ബന്ധത്തോടു കൂടി, ശുക്രൻ്റെ ബന്ധം എന്തെങ്കിലും, അത് ശുക്രക്ഷേത്രത്തിൽ നിന്നാലാവാം, ശുക്രൻ്റെ ദൃഷ്ടി വന്നാലാവാം, ശുക്രൻ്റെ യോഗം വന്നാലാവാം, അങ്ങനെ ഒരു ഗ്രഹത്തിന് ഗുരു നോക്കുക അല്ലെങ്കിൽ ഗുരു ബന്ധം കൂടി വരുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിശുഭനായ ഒരു ഗ്രഹത്തിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുക. 10ാം ഭാവത്തിൻ്റെ ജോലിയോ അതൊന്നുമല്ല നമുക്കിഷ്ടമുണ്ടാവുക. 10ാം ഭാവമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ വളരെ വിശേഷമാണ്. 2, 6, 10 ഭാവങ്ങളുമായിട്ട് ആ ഗ്രഹത്തിന് ബന്ധം കൂടി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഉറപ്പാണ്. അപ്പോൾ ഒരു ഗ്രഹം എങ്ങനെയാണ് ശുഭത്വം നേടുന്നത് എന്ന് പറഞ്ഞാൽ, അത് രാഹു ആണെങ്കിലും ശരി, ഗുരുവിൻ്റെ ദൃഷ്ടി ശുക്രൻ്റെ യോഗം, അല്ലെങ്കിൽ ശുക്രൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ യോഗം, അതുപോലെ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി, അതുപോലെ പൗർണമി ചന്ദ്രൻ ദൃഷ്ടി ചെയ്യുക, ഗുരു ദൃഷ്ടി ചെയ്യുക, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ യോഗമോ ചെയ്യുക. ഇങ്ങനെ ശുഭഗ്രഹങ്ങളെ ഏതെങ്കിലും ഗ്രഹത്തിനെ അധികമായി യോജിക്കുന്നുണ്ടെങ്കിൽ, ശുഭഗ്രഹങ്ങളുടെ യോഗം അത് ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് 1, 2 ശുഭഗ്രഹങ്ങൾ അധികമായി ഒരു ഗ്രഹത്തിനെ യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യോഗദശകളില്ല. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്നു എന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് ദശകൾക്കനുസരിച്ച് നിങ്ങൾ ജോലി മാറുന്നുണ്ടാവും. പക്ഷേ യോഗജാതകം എന്ന് പറയുന്നത് അതാണ്. കൃത്യമായി ശുഭഗ്രഹം ഏതാണോ എന്നുണ്ടെങ്കിൽ ആ ശുഭഗ്രഹത്തിൻ്റെ ജോലി നിങ്ങൾ കൃത്യമായ നല്ല പ്രായത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നല്ല വളർച്ച നേടും, നല്ല സമ്പത്ത് നേടും, നല്ല സന്തോഷം നേടും. അതുകൊണ്ട് തന്നെ യോഗദശ ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. പ്ലസ് ലഗ്നാധിപന് ബലം വേണം. ലഗ്നാധിപന് ബലം ഉണ്ടെങ്കിലാണ് ഇതെല്ലാം യോഗങ്ങളെല്ലാം ബാധ്യമാവുള്ളൂ. അപ്പോൾ രാഹു ദശ ചില ആളുകൾക്ക് വളരെ നന്നായിരിക്കും. അതിന് കാരണം രാഹു ശുക്രയോഗത്തോടു കൂടി ഗുരുദൃഷ്ടിയോട് കൂടിയോ അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോട് കൂടിയോ യോഗം ചെയ്യരുത്, ദൃഷ്ടിയോട് കൂടിയോ. പൗർണമി ചന്ദ്രൻ ദൃഷ്ടി ചെയ്യുന്നത് കേതു യോഗത്തോടു കൂടിയോ. രാഹുവിൻ്റെ അത്ര ദോഷമില്ലാത്ത ഗ്രഹമാണ് കേതു. കേതുവിന് അത് കുറച്ച് സബ്ജക്റ്റ് കുറച്ചും കൂടി പറയാനുള്ളതാണ് കേതുവിനെ കുറിച്ച്. പക്ഷെ രാഹുവാണ് പ്രധാനമായും ദോഷം ചെയ്യുന്ന ഗ്രഹം. രാഹുവാണ് ദോഷഗ്രഹം എന്ന് പറയുന്നത്. രാഹു, അതുപോലെ അമാവാസി ചന്ദ്രൻ, അതുപോലെ ശനി, ഈ 3 ഗ്രഹങ്ങളാണ് പാപത്വം എന്ന് പറയുന്നത്. അത് എത്ര അവർ കൂടുതൽ ശുഭത്വം വരുന്നത്, ശുഭത്വം മീൻസ് ശുഭന്മാരുടെ ദൃഷ്ടി വാങ്ങിക്കുകയോ. ഒരു പാപഗ്രഹം എന്ന് പറയുന്നത് ഈ തമോഗർത്തം പോലെയാണ്. തമോഗർത്തത്തിന് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും. തമോഗർത്തം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം കത്തി നശിച്ച് അവസാനം ഉണ്ടാകുന്ന സർവശക്തിയും എടുക്കുന്ന ഒരു സാധനമാണ്. ആ തമോഗർത്തത്തിലേക്ക് എന്ത് ചെന്നാലും അത് വലിച്ചെടുക്കും. ഒരുപാട് തമോഗർത്തങ്ങളുണ്ട്. അപ്പോൾ ആ തമോഗർത്തത്തിലേക്ക് എന്ത് ചെന്നാലും, അത് എത്ര വലിയ പ്രകാശമാണെങ്കിലും അത് വലിച്ചെടുക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിലുള്ളത് തമസ് തന്നെയാണ്. അതുകൊണ്ട് തമസിന് അതിശക്തിയുണ്ട്. തമസനാണ് ശക്തി, പ്രകാശത്തിനല്ല ശക്തി. പ്രകാശം ഉള്ള ഗ്രഹം അതിൻ്റെ തമസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനെ വലിച്ചെടുക്കും എന്നുള്ളതാണ്. രാഹുവിൻ്റെ അടുത്തേക്ക് ഈ ചെല്ലുന്ന പ്രകാശത്തെ രാഹു വളരെ ശക്തമായി വലിച്ചെടുക്കും, ശനി ശക്തമായി വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ പാപഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രകാശഗ്രഹം ചെല്ലുമ്പോൾ പ്രകാശഗ്രഹത്തിൻ്റെ ശക്തി നശിച്ചു പോകും. അത് 8 ഡിഗ്രിക്ക് ഉള്ളിലാണെങ്കിൽ അത് നല്ല രീതിയിൽ നാശം വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രകാശഗ്രഹമായിട്ടുള്ള ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ ദശകൾ, അതാണ് ഇമ്പോർട്ടൻ്റ്. രാഹുദശ നന്നാവും, പാപൻ്റെ ദശ നന്നാവും, ശനിയുടെ ദശ നന്നാവും. ശനിയുമായിട്ട് ശുഭൻ ചേരുകയാണെങ്കിൽ ശനിയുടെ ദശ നന്നായിരിക്കും. പക്ഷേ ശുഭൻ 8 ഡിഗ്രിക്ക് ഉള്ളിലാണ് ചേരുന്നതെങ്കിൽ സ്വയം കെട്ടിട്ട് സ്വയം നശിച്ചിട്ടാണ് മറ്റേ ആളെ നന്നാക്കുന്നത്. ഈ ശുഭന്മാർക്ക് അവരുടെ പ്രകാശത്തെ സർവം നഷ്ടപ്പെട്ടിട്ടാണ് മറ്റവന് പ്രകാശം കൊടുക്കുന്നത്. മറ്റവൻ വലിച്ചെടുക്കുന്നതാണ്, കൊടുക്കുന്നതല്ല. മറ്റേ ഗ്രഹം തമോഗർത്തം എന്ന് പറയുന്ന രീതിയിലാണ് വലിച്ചെടുത്ത് കളയും അവൻ്റെ ശക്തിയെ. അപ്പോൾ പ്രകാശഗ്രഹത്തിൻ്റെ സർവ്വശക്തിയും തമോഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതിനനുസരിച്ച് നശിച്ചു പോകും എന്നുള്ളതാണ്. അത് രാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അത് തന്നെയാണ്.
രാഹു പൂർണ്ണമായ തമോഗ്രഹം തന്നെയാണ്. അപ്പോൾ രാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്ന ഗുരു, രാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്ന ശുക്രൻ, രാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്ന ബുധൻ, രാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്ന പൗർണമി ചന്ദ്രനൊക്കെ 8 ഡിഗ്രിക്ക് ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഫലവും, 12 ഡിഗ്രിക്ക് പുറത്താണെങ്കിൽ മറ്റൊരു ഫലവും, 24 ഡിഗ്രിക്ക് പുറത്താണെങ്കിൽ ആ പാപഗ്രഹം ശുഭഗ്രഹം കെട്ടുപോവാതുള്ള ഫലവും തരും. വ്യാഴം രാഹുവുമായി ചേർന്നിട്ടുണ്ട്. പക്ഷേ 24 ഡിഗ്രിയുടെ പുറത്താണെങ്കിൽ, 20 ഡിഗ്രി 18 ഡിഗ്രിക്ക് പുറത്താണെങ്കിൽ പോലും എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് ജാതകത്തിൽ അനുഭവമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വ്യാഴത്തിൻ്റെ നാശം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യാഴം രാഹുവുമായി ചേർന്നു, എനിക്ക് പക്ഷെ നല്ല ഫലമാണ് വ്യാഴത്തിൻ്റെ ദശയിലുണ്ടായത് എന്ന് തോന്നുകയാണെങ്കിൽ ഡിഗ്രി ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. 8 ഡിഗ്രിക്ക് ഉള്ളിൽ ചേരുന്ന വ്യാഴം സർവനാശം വന്നിട്ടുണ്ടാവും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. അത് എത്ര ഡിഗ്രിയുടെ അകത്താണ് ചേരുന്നതിനനുസരിച്ചാണ് ആ ഗ്രഹത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പറയുക. ഇനിയൊന്ന്, ഗ്രഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞു, ഗ്രഹത്തിന് സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം എന്ന് പറയുന്ന 3 ബലമുണ്ട്. സ്ഥാനബലത്തിലെ ഒരു ഗ്രഹം സുഹൃത് ക്ഷേത്രത്തിന് താഴേക്ക് പോയിക്കൂടാ. ഉച്ചക്ഷേത്രം, മൂലത്രികോണക്ഷേത്രം, സ്വക്ഷേത്രം, അതിബന്ധുക്ഷേത്രം, ബന്ധുക്ഷേത്രം വരെ ഗ്രഹത്തിന് ബലമുണ്ട്. അതിന് താഴേക്ക് ഗ്രഹം പോയിക്കൂടാ എന്നുള്ളതാണ്. അതിന് താഴേക്ക് ഗ്രഹം പോയിക്കൂടാ. അതായത് സുഹൃത് ക്ഷേത്രത്തിൽ നിന്നിട്ടായിരിക്കണം. അതിൻ്റെ താഴേക്ക് പോയ ഗ്രഹങ്ങൾ നമുക്ക് ബലം തരില്ല. അത് വേറൊരു വിശേഷ വിധിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഗ്രഹത്തിൻ്റെ ബലം തീരുമാനിക്കുമ്പോൾ ആ ഗ്രഹം നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ നാഥൻ, അതായത് ആ വീടിൻ്റെ ഉടമസ്ഥൻ, അതിന് ഓരോ ഗ്രഹത്തിനും ഓരോ ഉടമയുണ്ട്, ഓരോ രാശിക്കും. അപ്പോൾ മേടം രാശിക്കും വൃശ്ചികൻ രാശിക്കും ചൊവ്വ, അതുപോലെ തുലാം രാശിക്ക് ഇടവരാശിക്ക് ശുക്രൻ, അതുപോലെ മിഥുനം കന്നി രാശികൾക്ക് ബുധൻ, കർക്കടകം രാശിക്ക് ചന്ദ്രൻ, ചിങ്ങം രാശിക്ക് സൂര്യൻ, അതുപോലെ മീനം ധനു രാശികൾക്ക് ഗുരു, അതുപോലെയാണ് മകരം കുംഭം രാശികൾക്ക് ശനി എന്ന് പറഞ്ഞ പോലെ ഓരോ വീടിനും ഉടമകളുണ്ട്, ഉടമസ്ഥനുണ്ട്, അവനവിടെ വിശേഷ ബലമുണ്ട്. അപ്പോൾ ഒരു ഗ്രഹം, ഉദാഹരണത്തിന് ചൊവ്വ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഒരു ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ, ഉച്ച ശുക്രനാണ് നമ്മൾ കണക്കാക്കുന്നത്. ഉച്ച ശുക്രൻ മീനത്തിൽ നിൽക്കുകയാണ്. അതേസമയം ഗുരു കർക്കടകത്തിലാണെങ്കിൽ ഈ ശുക്രൻ തരുന്നത് സഹസ്ര കോടികളായിരിക്കും. ലഗ്നാധിപന് ബലം വേണം. ഏത് ലഗ്നാണെങ്കിലും ലഗ്നാധിപന് ബലം വേണം, വളരെ പ്രധാനമാണ്. ലഗ്നാധിപൻ മറയാതെ നിൽക്കണം. 3, 6, 8, 12 ഭാവങ്ങളിൽ മറയാതെ നിൽക്കണം. ലഗ്നാധിപൻ ശക്തനായി നല്ല രീതിയിൽ നിൽക്കും വേണം. പാപഗ്രഹമാണെങ്കിൽ മറഞ്ഞു നിൽക്കണം. പാപഗ്രഹമാണ് നല്ല ശക്തനാണെങ്കിൽ, പാപഗ്രഹം സ്ഥാനബലം ചെയ്താൽ ചൊവ്വ, ശനി, സൂര്യൻ എന്ന് പറഞ്ഞ പോലെയുള്ള ഗ്രഹങ്ങൾ, സൂര്യൻ മറയരുത്, പക്ഷെ ചൊവ്വ, ശനി പോലുള്ള ഗ്രഹങ്ങൾ സ്ഥാനബലം ചെയ്ത് ലഗ്നാധിപനായി സ്ഥാനബലം ചെയ്യുകയാണെങ്കിൽ മറഞ്ഞു നിൽക്കണം. 3, 6, 10, 11 ഭാവങ്ങളിൽ, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുന്നതാണ് ആ ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾക്ക്. പക്ഷെ ശുഭഗ്രഹങ്ങൾ നല്ല ബലത്തിൽ നിൽക്കണം, അത് നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം, മറയാതെ 1, 5, 9 പോലുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയുടെ നാഥൻ ഉച്ചനാവുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, 100 ഇരട്ടി വാരിത്തരും. ഒരു ഗ്രഹം നമ്മൾ അങ്ങനെയാണ്, ഒരു ഗ്രഹം ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്നു, ആ ദശ വരാൻ പോവാണ്. ഇതെല്ലാം ദശകയിലാണ്. ഗ്രഹത്തിന് നിങ്ങൾ മാളവ്യയോഗം, പഞ്ചമഹാപുരുഷ യോഗം, അങ്ങനെയുള്ള യോഗം, ഇങ്ങനെ യോഗം എന്ന് പറഞ്ഞ പല യോഗങ്ങളും നമ്മൾ കാണും. പക്ഷെ ഇതെല്ലാം കിട്ടണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശ വരണം എന്നുള്ളതാണ് പ്രധാനം. ആ ദശ ലഗ്നത്തിന് ബലവും വേണം. ലഗ്നാധിപനും ലഗ്നത്തിനും ബലം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ യോഗങ്ങളെല്ലാം ഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. നമ്മൾ യോഗം എന്നൊക്കെ പറഞ്ഞിരിക്കുകയുള്ളൂ. യോഗങ്ങൾ 2000-ലധികം യോഗങ്ങളുണ്ട്. ഇതെല്ലാം ഫലം വരണമെങ്കിൽ ലഗ്നത്തിനും ലഗ്നാധിപനും ശുഭത്വം വരണം, ബലം വരണം. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്ക് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ പറഞ്ഞ പോലെ ഉച്ചൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അതീവ ശക്തനായിരിക്കും, അതിശക്തി ഉണ്ടായിരിക്കും. വെറുതെ ഉച്ചൻ്റെ വീട്ടിൽ നിന്നാൽ മതി, ഒരു ഉച്ചഗ്രഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഗുരു ഉച്ചം ചെയ്ത് കർക്കടകത്തിൽ നിൽക്കുന്ന സമയത്താണ് നിൽക്കുന്നതെങ്കിൽ ഏത് ഗ്രഹം നിന്നാലും ശരി, ആ ഗ്രഹം അതിൻ്റെ ദശ വരുമ്പോൾ, അത് പ്രത്യേകിച്ചും രാഹു ആണെങ്കിൽ അതിശക്തരായിരിക്കും. രാഹു നിൽക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ഉച്ചനായി നിന്നാൽ രാഹു ദശയിൽ വളരെ നല്ല രീതിയിൽ ഫലം തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന അതിന് സാങ്കത്യം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് പോവുകയാണ്. അത് ആ വീടിൻ്റെ ഉടമ നല്ല ബലമുള്ള ഒരാളാണെന്ന് വയ്ക്കുക. നല്ല അധികാരമുള്ള ബലമുള്ള, ഇപ്പോൾ നമ്മുടെ പോലീസിലാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു പോലീസുകാരനാണ്, DGP അങ്ങനെയുള്ള നല്ലൊരാളുടെ വീട്ടിലാണ് നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്നതെന്ന് വയ്ക്കുക. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ പെട്ടെന്ന് ഇത് ബാധിക്കില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോലീസുകാർക്കോ മറ്റുള്ളവർക്കോ കൂടി വന്ന് നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും പറ്റില്ല. കാര്യം ഇരിക്കുന്നത് DGPയുടെ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു ബലം, അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അവിടെ വന്ന് നമുക്ക് ശത്രുവിന് നമ്മളെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിലാണ് എന്ന് പറഞ്ഞ പോലെയാണ്. നല്ല വീട്ടിൽ, നല്ല ശക്തൻ്റെ വീട്ടിൽ, നല്ല ഉച്ചഗ്രഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാ സമയത്ത് നല്ല ബലം കിട്ടുന്നതാണ്. അപ്പോൾ ഗ്രഹങ്ങളുടെ ബലം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ രാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, രാഹു നല്ല നിൽക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ഉച്ചനാണെങ്കിൽ നല്ല ബലം തരും. രാഹു നിൽക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ, രാഹു ഏത് വീട്ടിൽ നിൽക്കുന്നോ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഉച്ചനാണെങ്കിൽ നല്ല ബലം തരും എന്നുള്ളതാണ് രാഹുദശയിൽ. അതുപോലെ രാഹുവിന് ശുഭഗ്രഹ ബന്ധം വരണം. എന്നാലാണ് ശുഭബന്ധം വരുമ്പോഴാണ് ഏതിനും ശുഭത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള റിലേഷനാണ് ജാതക ബലം തന്നെ തീരുമാനിക്കുന്നത്. ഇരുട്ട് നിങ്ങളിൽ എത്ര അധികമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഇരുണ്ട് നിൽക്കുന്നുണ്ടാവും. അത് ജീവിതത്തെ മൊത്തം, ലഗ്നവുമായിട്ട് ഇരുട്ട് വരികയാണെങ്കിൽ ലഗ്നത്തിൽ ഇരുട്ടിൻ്റെ സാന്നിധ്യം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദുഃഖം, ദുരിതം, രോഗം, കടം എന്ന് പറയുന്ന എല്ലാ അവസ്ഥയും വരും. പ്രകാശം എത്ര നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അത്രയും നിങ്ങൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവും എന്നതാണ്. ഉയർച്ചകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏത് ഭാവത്തിനാണ് ശക്തി എന്നുള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാവമാണ് നിങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത്, ലഗ്നമാണോ, 5ാം ഭാവമാണോ, 10ാം ഭാവമാണോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും രാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, രാഹു നിൽക്കുന്ന വീടിൻ്റെ ഉടമ ഉച്ചനായി നിൽക്കുന്നതും, രാഹുവിന് ഗുരുദൃഷ്ടി, ശുക്രദൃഷ്ടി, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി എന്നിത്യാദി ദൃഷ്ടികൾ ഉണ്ടാവുന്നതും രാഹുവിൻ്റെ ദശയിൽ രാഹു ഭയങ്കരമായി തരാൻ യോഗം. അങ്ങനെയുള്ളവരുടെ രാഹുദശ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദശയായിരിക്കും എന്നുള്ളതാണ്. രാഹു നന്നായി തരുന്ന ഒരു ഗ്രഹം കൂടിയാണ്. പക്ഷെ തരണമെങ്കിൽ ശുഭബന്ധം വരണം. രാഹുവിന് വീട് കൊടുത്തിട്ടുള്ള ഗ്രഹം ഉച്ചനായി നിൽക്കണം. ഇത്യാദി ബന്ധങ്ങൾ ഉണ്ടെങ്കിലാണ് രാഹു വളരെ നല്ല രീതിയിൽ നമുക്ക് അനുഭവത്തിൽ യോഗം വരിക എന്നുള്ളതാണ്. ഇത്രയും